നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ മുസ്ലിങ്ങൾ നബിദിനം ആഘോഷിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ നബിദിന റാലി നടത്തി. KSRTCയെ തകർക്കുന്ന സർക്കാർ നടപടിക്കെതിരെ DYFI നേതൃത്വത്തിൽ KSRTC തൊടുപുഴ ഡിപ്പോയിലേക്ക് പ്രകടനം നടത്തി. ഇടുക്കി ജില്ലയെ വരൾച്ചാബാധിത ജില്ലയായി പ്രഖ്യാപിക്കണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ജില്ലാ പ്രസിഡന്റ് MJ കുര്യൻ. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ BPL കുടുംബങ്ങളും കുടുംബശ്രീയിൽ അംഗമായി. പ്രഖ്യാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഫിയ ബഷീർ നിർവഹിച്ചു. തൊടുപുഴ നഗരസഭയുടെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് സ്വാഗത സംഘം രൂപീകരിച്ചു. വാർത്തകൾ വിശദമായി. ലോകാനുഗ്രഹിയും അന്ത്യപ്രവാചകനുമായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം തിരുമേനിയുടെ 1487 ജന്മദിനത്തോടനുബന്ധിച്ച് മുട്ടത്ത് നബിദിനാഘോഷം നടന്നു. മൗലിദ് പാരായണം, മതപ്രസംഗം, മദ്രസ കുട്ടികളുടെ കലാപരിപാടികൾ, ഘോഷയാത്ര, പൊതുസമ്മേളനം എന്നിവയും നടന്നു. പള്ളി അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച നബിദിന ഘോഷയാത്രയ്ക്ക് മാത്തപ്പാറ IHDP കോളനി, തോട്ടുങ്കര, മുട്ടം ടൗൺ തുടങ്ങിയ ഭാഗങ്ങളിൽ സ്വീകരണം നൽകി. PS അഹമ്മദ് മുസ്ലിയാർ, PK ഷെരീഫ്, MK സുബൈർ, P റിയാസ് അഹ്സനി, ഉടുമ്പന്നൂർ TH ഈസ, MA ബഷീർ, TA അലിയാർ, NM ഹസൈനാർ, TM റഷീദ് എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കരിമണ്ണൂർ നജ്മുൽ ഇസ്ലാം ജുമാ മസ്ജിദിന്റെയും നെയ്ശ്ശേരി മൊഹീദ്ദീൻ ജുമാ മസ്ജിദിന്റെയും കോട്ടക്കവല മസ്ജിദുൽ അമാൻ ജുമാ മസ്ജിദിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കരിമണ്ണൂരിൽ നബിദിന റാലി നടത്തി. സർവമത സമത്വസുന്ദരമായ സാഹോദര്യം പഠിപ്പിച്ച പ്രവാചകൻ, ആ പ്രവാചകന്റെ സ്നേഹം നിലനിർത്തിക്കൊണ്ട് ഇതര സമുദായ സ്നേഹങ്ങൾക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ടുള്ള നബിദിന സന്ദേശ റാലി ഇതാ കടന്നു വരികയാണ്. ഇതര സമുദായ സ്നേഹാംഗങ്ങൾക്ക് നബിദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ടുള്ള നബിദിന സന്ദേശ റാലി ഇതാ കടന്നു വരിക. കുന്നം ദാറുൽ ഫതഖ് ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ നബിദിന റാലി നടത്തി. സയ്യിദ് PP ജഫർ കോയ തങ്ങൾ, ഇടുക്കി അബ്ദുൽ കരീം സഖാഫി എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. നബിദിനത്തോടനുബന്ധിച്ച് കുടയത്തൂർ ജുമാ മസ്ജിദിന്റെയും നൂറുൽ ഹുദ മദ്രസയുടെയും നേതൃത്വത്തിൽ ഘോഷയാത്ര നടത്തി. വിവിധ പള്ളികളിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര കാഞ്ഞാർ ടൗണിൽ സമാപിച്ചു. മദ്രസ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഘോഷയാത്രയിൽ അണിനിരന്നു. റോളർ സ്കേറ്റിംഗും ദഫ്മുട്ട് കളിയും ഘോഷയാത്രയ്ക്ക് മിഴിവേകി. മഹൽ പരിപാലന സമിതി ഭാരവാഹികളായ യൂസഫ് കളപ്പുര, ഹമീദ് റാവുത്തർ, സലീം ഉണ്ണേച്ചുപറമ്പിൽ, കരീം കുടയത്തൂർ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. KSRTCയെ തകർക്കുന്ന സർക്കാർ നടപടിക്കെതിരെ DYFI നേതൃത്വത്തിൽ KSRTC തൊടുപുഴ ഡിപ്പോയിലേക്ക് പ്രകടനം നടത്തി.
തുടർന്ന് ചേർന്ന യോഗത്തിൽ തൊടുപുഴ ബ്ലോക്ക് സെക്രട്ടറി ആർ പ്രശോഭ് പ്രസംഗിച്ചു. ബാധ്യതയുള്ള ഒരു സർക്കാര്, ഉമ്മൻചാണ്ടിയുടെ സർക്കാര്, ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ. സൂചനയാണിത്, സൂചനയാണിത്, സൂചനയാണ്. സർക്കാരിൻ്റെ UDF-ൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഫലമായി അവരുടെ നയങ്ങളുടെ ഫലമായി KSRTCക്ക് ഡീസലിൻ്റെ അധിക ബാധ്യത വരുത്തിക്കൊണ്ട് സാധാരണ ജനങ്ങളുടെ മേൽ ആ അധികഭാരം അടിച്ചേൽപ്പിക്കുന്ന നയപരിപാടികളുമായി കേന്ദ്രം ഭരിക്കുന്ന സർക്കാരും കേരളം ഭരിക്കുന്ന UDF സർക്കാരും മുന്നോട്ട് വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് DYFI ഇന്ന് സംസ്ഥാനമൊട്ടാകെ ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ എല്ലാ കേന്ദ്രങ്ങളിലും KSRTC ഡിപ്പോകളിലേക്ക് DYFIയുടെ നേതൃത്വത്തിൽ യുവജന മാർച്ചുകൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ യുവജന മാർച്ച് ഈ സർക്കാരിനെതിരെയുള്ള സമരത്തിൻ്റെ ഒരു നാന്ദിയായി തീരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വിലക്കയറ്റം പോലെയുള്ള അതിരൂക്ഷമായ കെടുതികൾ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഡീസൽ വില വർദ്ധിപ്പിച്ച് KSRTCയെ പ്രതിസന്ധിയിലാക്കിയ കേന്ദ്ര സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ FSCTO നേതൃത്വത്തിൽ തൊടുപുഴ KSRTC ഡിപ്പോയ്ക്ക് സമീപം സായാഹ്ന ധർണ നടത്തി. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TM ഗോപാലകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. 50 പൈസ ഡീസലിന് 1 ലിറ്ററിൽ വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതിനൊപ്പം ബൾക്കായി ഡീസൽ വാങ്ങുന്ന സ്ഥാപനങ്ങൾ അവർക്ക് സബ്സിഡി ഇല്ലെന്നും വർദ്ധിച്ച വില നൽകണമെന്നും ഗവൺമെന്റ് തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ ഡീസലിന്റെ വിലനിർണ്ണയ അവകാശവും ഗവൺമെന്റ് പടിപടിയായി കൈയൊഴിഞ്ഞ് അത് എണ്ണ കമ്പനികൾക്ക് ഏൽപ്പിക്കാനും തീരുമാനമെടുത്തു. ഇതിന്റെ പരിണിത ഫലമാണ് ഇന്ന് കേരളത്തിലെ KSRTCയെ പ്രതിസന്ധിയിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. 50 രൂപ 50 പൈസ കേവലം 50 പൈസ 1 ലിറ്റർ ഡീസലിന് വർദ്ധിപ്പിച്ചേ ഉള്ളൂ എന്ന് ഗവൺമെന്റ് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് 50 പൈസ. FSCTO ജില്ലാ പ്രസിഡന്റ് TM സുബൈർ അധ്യക്ഷത വഹിച്ചു. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MN പുഷ്പലത, KGOA ജില്ലാ സെക്രട്ടറി KM രാജേന്ദ്ര പ്രസാദ്, KMCSU ജില്ലാ കമ്മിറ്റി അംഗം VSM നസീർ, ബാബു പള്ളിപ്പാട്ട്, AM ചന്ദ്രബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലയിൽ വരൾച്ച മൂലം കൃഷിനാശവും കുടിവെള്ളക്ഷാമവും അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ ജില്ലയെ വരൾച്ചാ ബാധിത ജില്ലയായി പ്രഖ്യാപിക്കണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ജില്ലാ പ്രസിഡന്റ് MJ കുര്യൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇടുക്കി ജില്ലയിലെ വരൾച്ച മൂലം കൃഷിനാശവും കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ്. ഈ സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയെ വരൾച്ച ബാധിത ജില്ലയായി പ്രഖ്യാപിച്ചുകൊണ്ട് അടിയന്തരമായ നടപടി ഇടുക്കിയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഗവൺമെന്റ് ശ്രദ്ധ ചെലുത്തണം. അടിയന്തര നടപടി ഉണ്ടാകുമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിലെ കർഷകരെ, പ്രത്യേകിച്ച് മലയോരവാസികളായ ഹൈറേഞ്ച് മേഖലയിലെ ജനങ്ങളെ ബാധിക്കുന്ന മാധവ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് അത് പരിപൂർണമായിട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ജനപ്രതിനിധികളും ജനങ്ങളെയും സംഘടിപ്പിച്ച് അവരുടെ അഭിപ്രായത്തിൽ നടപ്പിലാക്കുന്നതിൽ കുഴപ്പമില്ല. അല്ലാതെ ഏകപക്ഷീയമായിട്ട് കർഷകരെയും മറ്റ് ദുർബല വിഭാഗങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഈ റിപ്പോർട്ട് പരിപൂർണമായിട്ട് തള്ളിക്കളയണമെന്നാണ് പാർട്ടി ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഫെബ്രുവരി 15-16 തീയതികളിൽ പാർട്ടി പ്രവർത്തക സമ്മേളനം കട്ടപ്പനയിൽ നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. സമ്മേളനത്തിൽ മന്ത്രി അനൂപ് ജേക്കബ്, ചെയർമാൻ ജോണി നെല്ലൂർ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി സന്തോഷ് പറക്കനാൽ, യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ഷാജി അമ്പാട്ട് എന്നിവരും പങ്കെടുത്തു. ഖുറാൻ സ്റ്റഡി സെന്റർ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മദ്ഹ റസൂൽ പ്രഭാഷണവും പ്രവാചക കീർത്തന സദസ്സും സംഘടിപ്പിച്ചു. കാരിക്കോട് നയനാരുപള്ളിയിൽ നടന്ന പരിപാടിയിൽ റഹ്മത്തുള്ള കാസിമി മുത്തേടം വിഷയാവതരണം നടത്തി. നിസാമുദ്ദീൻ ഫൈസി, അബ്ദുൽ കബീർ റഷാദി, PS മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇതാ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്നവരെ നമ്മുടെ മഹാനായ നേതാവ് ഇതുകൊണ്ട് നാം ജീവിക്കാനാണ് പറയുന്നത്. ഈ
മലയേറിയ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 26 രാവിലെ 10 മണിക്ക് എള്ളുംപുറം CMS LP സ്കൂളിൽ യുവജനങ്ങൾക്കായി പരിശീലന ശില്പശാല നടത്തും. MS ജോസഫ്, PC ജോൺ എന്നിവർ നേതൃത്വം നൽകും. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലെ BPL വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ കുടുംബങ്ങളും കുടുംബശ്രീയുടെ ഭാഗമായതിന്റെ പ്രഖ്യാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഫിയ ബഷീർ നിർവഹിച്ചു. നമുക്കറിയാം, നമ്മുടെ ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഏതാണ്ട് 126ഓളം കുടുംബശ്രീകളുണ്ടായിരുന്നു. എങ്കിൽ പേപ്പറിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ കുടുംബശ്രീകളെ അവരെ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പോൾ നിലവിൽ ചെയ്തിട്ടുള്ള കാര്യം. അന്ന് 126 അയൽക്കൂട്ടം ഉണ്ടായിരുന്നെങ്കിൽ വെറും 102 അയൽക്കൂട്ടം മാത്രമേ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നുള്ളൂ. എങ്കിൽ ഇപ്പോൾ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ ഓരോ വീട്ടിലും കയറി ഇറങ്ങി BPL ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളെയും കുടുംബശ്രീയുടെ ഭാഗമാക്കിക്കൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടിയാണ് ഒരു മാസമായി നമ്മുടെ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമായി നമുക്ക് 26 അയൽക്കൂട്ടങ്ങളെ ചേർക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇനിയും 1 2 അല്ലെങ്കിൽ ഒരു വാർഡിൽ 2 3 ആളുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും ഇല്ല എന്നെനിക്ക് തോന്നുന്നു. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞത് അവർ കുടുംബശ്രീയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുകൊണ്ട് വിട്ടുമാറി നിൽക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CDS ചെയർപേഴ്സൺ രാജമ്മ ബാബു അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാർ, CDS മെമ്പർമാർ, പ്രത്യേക പരിശീലനം നേടിയ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ ഭവന സന്ദർശനം നടത്തിയാണ് പഞ്ചായത്ത് ഈ നേട്ടം കൈവരിച്ചത്. പ്രഖ്യാപന സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് AK സുഭാഷ് കുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TM മുജീബ്, LC ഫ്രാൻസിസ്, പഞ്ചായത്ത് അംഗങ്ങളായ ബേബി തോമസ്, ഹനീഫ പാറേക്കണ്ടം, ഗീതാ ചന്ദ്രൻ, ദീപ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ശബരിമല കീഴട ക്ഷേത്രമായ അറക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവം കൊടിയേറി. ആചാരപ്രകാരം ശബരിമലയിൽ നിന്നെത്തിച്ച കൊടിക്കൂറ മണിമല കുടുംബാംഗങ്ങൾ കൊടിയേറ്റിയതോടെ 7 ദിവസങ്ങൾ നീണ്ടുനിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾ ആരംഭിച്ചു. ജനുവരി 30 വിവിധ കലാപരിപാടികളോടെ ഉത്സവം സമാപിക്കും. തൊടുപുഴ നഗരസഭയുടെ രജത ജൂബിലി ആഘോഷങ്ങൾക്കും പുതിയ വികസന പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ച് സ്വാഗത സംഘം രൂപീകരിച്ചു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ സുബൈദ സെയ്ദ് മുഹമ്മദ്, ജോൺ നെടിയപാല, KMA ഷുക്കൂർ, KA ആന്റണി, MS മുഹമ്മദ്, MJ ജേക്കബ്, ജോസി ജേക്കബ്, KS അജി, AM ഹാരിത്, ഷീജ ജയൻ, ജോസഫ് ജോൺ, നൈറ്റ്സി കുര്യാക്കോസ്, ജെസി ആന്റണി, ദിലീപ് ചേരിയിൽ, സ്റ്റീഫൻ പച്ചിക്കര, N രവീന്ദ്രൻ, R ഹരി, TS രാജൻ, നഗരസഭാ സെക്രട്ടറി N വിജയരാജൻ എന്നിവർ പ്രസംഗിച്ചു. 25 വർഷങ്ങൾക്ക് മുമ്പ് തൊടുപുഴ പട്ടണത്തിൽ ഉള്ള ഏതാണ്ട് മുഴുവൻ ആളുകളും തന്നെ ഇവിടെ ഉണ്ട്. അപ്പൊ അന്നത്തെ തൊടുപുഴയും 25 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള ഇന്നത്തെ തൊടുപുഴയുമായി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ മുസ്ലിങ്ങൾ നബിദിനം ആഘോഷിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ നബിദിന റാലി നടത്തി. KSRTCയെ തകർക്കുന്ന സർക്കാർ നടപടിക്കെതിരെ DYFI നേതൃത്വത്തിൽ KSRTC തൊടുപുഴ ഡിപ്പോയിലേക്ക് പ്രകടനം നടത്തി. ഇടുക്കി ജില്ലയെ വരൾച്ചാ ബാധിത ജില്ലയായി പ്രഖ്യാപിക്കണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ജില്ലാ പ്രസിഡന്റ് MJ കുര്യൻ. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ BPL കുടുംബങ്ങളും കുടുംബശ്രീയിൽ അംഗമായി. പ്രഖ്യാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഫിയ ബഷീർ നിർവഹിച്ചു. തൊടുപുഴ നഗരസഭയുടെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് സ്വാഗത സംഘം രൂപീകരിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.